താങ്ക് യു. ഇവനായിരിക്കുമല്ലേ? നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം, ഇവൻ തന്നെയല്ലേ? അതെ. എന്താ ഇവന് ഇത്ര ഇമ്പോർട്ടൻസ്? കുറെ ദിവസമായല്ലോ കുത്തിയിരുന്ന് എഴുതുന്നു. ആരാ ഇവൻ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. വളരെ പ്രസിദ്ധനാ, വെരി ഫേമസ്. ഓ പിന്നെ അത്ര ഫേമസ് ആണെങ്കിൽ പത്രത്തിലും മാഗസീനിലും ഒക്കെ വരണ്ടേ? ഞാനങ്ങ് വായിച്ചിട്ടില്ലല്ലോ. ആ, അതാണ് അവന്റെ മിടുക്ക്. ഒരു പത്രക്കാരനും ഇതിനെക്കുറിച്ച് ഒന്നും എഴുതാൻ ധൈര്യപ്പെടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരൻ, കോടീശ്വരൻ, ഗുണ്ടാത്തലവൻ. ഒരിക്കൽ ഒരാൾ ഇതിനെക്കുറിച്ച് എഴുതി. 5 വർഷം മുമ്പ്. വൺ മിസ്റ്റർ ബിനോയ് ചൗധരി ഈസ് നോ മോർ. ശവം പോലും കണ്ടുകിട്ടിയില്ല. നീ പേടിക്കണ്ട, എന്നെ അവന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അവന്റെ സാമ്രാജ്യത്തെക്കുറിച്ച് ഞാനൊരു കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കുന്നുണ്ട്. അവൻ എഴുതി വരട്ടെ. ദാറ്റ് വിൽ ബി ദി എൻഡ് ഓഫ് ഹിസ് എംപയർ. ഈ രാജ്യത്ത് നീതി ന്യായമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പേടിക്കാൻ പറ്റൂ? എന്തിനാ ഈ അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ എഴുതാൻ പോകുന്നത്? ഈ ലോകത്ത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു, അതെന്തെങ്കിലും എഴുതിക്കൂടെ? ലളിതേ, ഇവിടുത്തെ അണ്ടർവേൾഡ് കേൾക്കണ്ട. അണ്ടർവേൾഡും കള്ളക്കെടുത്തും. നീ ഇത്ര തൊട്ടാവാടിയാണല്ലോ. വല്ലപ്പോഴും ഇങ്ങനെ ഒരു സാധനം എഴുതിയില്ലെങ്കിൽ പിന്നെന്താ പത്രപ്രവർത്തനത്തിനൊരു ത്രില്ല്? നീ വേണ്ട എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാൻ. ഇപ്പൊ എഴുതുന്ന ചെറിയൊരു സാധനം കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കാൻ ഇനി മാസങ്ങൾ വേണ്ടി വരും. അതിനു മുമ്പ് എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. ഈ ലേഖനം നാളെ പ്രസിൽ കൊടുത്താൽ ഐ ആം ഫ്രീ ഫോർ 1 വീക്ക്. ഒരാഴ്ച നമുക്കൊന്ന് തകർത്ത് വാരണം. For more updates, like, comment, subscribe to our channel.